കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. അന്നത്തെ ആവശ്യത്തിന് ഞാൻ ചോദിച്ചു പോയി. ഇത്രേ സംഭവിച്ചുള്ളൂ. അവിടെ വീട്ടിൽ പോയി ചോദിക്കാനാ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സം. ഇത് ഇലക്ഷന് വോട്ട് ചോദിക്കാൻ വരുമ്പോ ഈ ചോദ്യം ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവിടെ വീട്ടിലിരിക്കേണ്ട അവസ്ഥ വന്നെ. അതായത് ആതിര സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കുകയൊന്നും അല്ല ചെയ്യുന്നത്. ഒന്നും ഞാൻ സെൽഫി എടുക്കട്ടെ എന്ന് ഒന്നും ചോദിച്ചിട്ടില്ല. അതില് മൈക്കിന് ശബ്ദം കേൾക്കാതെ വന്നപ്പോൾ ആ മൈക്ക് വലിച്ചു പറിച്ചു പൊട്ടിച്ച ആളാണ് പിണറായി വിജയൻ. നമുക്കത് മറക്കാൻ കഴിയുമോ? അപ്പോൾ ഈ വിമാനത്തിൽ വെച്ച് എനിക്ക് താങ്കളോട് വന്നൊരു ഹലോ പറയണമെന്നും ഒരു വീഡിയോ എടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ കടക്ക് പുറത്ത് വിവാദമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പോലും ആ സമയത്ത് വന്ന് താങ്കളുടെ ഒരു ഹലോ പറയാൻ പോലും പേടിയായി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വെരി കാം ആൻഡ് ക്വയറ്റായ ശ്രീ സഖാവ് പിണറായി വിജയനെ പറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് മറുപടി കൊടുക്കലാണ് ഗൈസ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത്. പതിവ് പോലെ തന്നെ പുതിയൊരു സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുകളാണ്. സ്വന്തം പാർട്ടിയിലെ ഒരാണ് ചോദിച്ചൊരു ചോദ്യം, സാർ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്, അതങ്ങ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി കേട്ടോ. ഇത് ഇലക്ഷന് വോട്ട് ചോദിക്കാൻ വരുമ്പോ ഈ ചോദ്യം ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവിടെ വീട്ടിലിരിക്കേണ്ട അവസ്ഥ വന്നെ. സ്വന്തം പാർട്ടിക്കാരുടെ തന്നെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. വോട്ട് ചോദിച്ചു വരുമ്പോ ഈ വീട്ടിൽ പോയി ചോദിക്കല് വർത്തനൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ആ വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി. എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്, കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. ആ ആവശ്യം നിറവേറ്റുന്നതിന് നമുക്ക് എങ്ങനെയൊക്കെ രീതിയിൽ മറുപടി കൊടുക്കാം, പിന്നെ പറയാം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാം. നേരെ മറിച്ച് അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. അതിന്റെ അർത്ഥം ഞാൻ ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും അണിക്ക് വയറ് നിറച്ച് തന്നെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നിങ്ങളെ പോലെ തന്നെ എനിക്കും ഒരുപാട് സംശയം ഉണ്ടായിരുന്നു, ഇത് ഇനി സമ്മേളനം കൊളാക്കാൻ വേണ്ടിയിട്ട് വേറെ അനത പാർട്ടിക്കാർ ഇവിടെ വന്ന് ഇരുന്ന് പ്രശ്നം ഉണ്ടാക്കാനാണോ? ഒരിക്കലും അല്ല ഗൈസ്, സ്വന്തം പാർട്ടിയത്തെ ഒരു അണിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ റിപ്ലൈ കേട്ട ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. കോന്നി അട്ടച്ചാക്കൽ ഈസ്റ്റ് മുക്ക് സ്വദേശി ദാസ് പി ജോർജ് എന്ന പാർട്ടി പ്രവർത്തകൻ തന്നെയാണ് ഒരു ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ദാസ് പി ജോർജ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് ചോദിച്ചയാൾ കോന്നിയിൽ ഇന്നലെ പരിപാടിയിൽ CPM-ന്റെ LDF-ന്റെ കൺവെൻഷനിൽ വെച്ചായിരുന്നു, പൊതുസമ്മേളനത്തിൽ വെച്ചായിരുന്നു ആ ചോദ്യം ചോദിച്ചത്. അപ്പോൾ അത് ദാസ് പി ജോർജ് ആണ്, അട്ടച്ചാക്കൽ ഈസ്റ്റ് മുക്ക് സ്വദേശിയാണ്. പാവടാ, അതിന്റെ മുഖം ഒന്ന് നോക്കിക്കേ, എങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആളോട് പറയാൻ? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു സാഹചര്യം. അതായത് ഞാൻ ഉദ്ദേശിച്ചത് 20,000 കോടിയുടെ വികസനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഫണ്ട് മുഖ്യമന്ത്രി സംസാരിച്ച ഇതാണ്, മുന്നോട്ടുള്ള വികസനം ചെയ്യാൻ ഫണ്ട് BJP-യുടെ കേന്ദ്ര സർക്കാർ തടസ്സപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനെ മുന്നോട്ടുള്ള ഫണ്ട് കണ്ടെത്തും എന്നുള്ള ഒരു ചോദ്യം മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പാവട, അയാൾക്ക് വർത്താനം പറയാൻ പോലും പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നത് ഈ പാർട്ടിക്കാരനെ പറഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ ആശാനാണ്, എന്തൊക്കെ വന്നാലും നമ്മൾ ഒറ്റക്കെട്ടാണ്, അടിമയാണ്, അങ്ങനെ പറയാൻ പാടില്ല. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ കാരണമായിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ അവസരത്തിൽ അത് ചോദിക്കാൻ പാടില്ലായിരുന്നു. അത് അയാളെ ഞങ്ങളുടെ ഏറ്റു കേട്ടോ, പ്രസംഗം തടസ്സപ്പെടുത്താൻ കാരണമായിട്ടുണ്ടെന്ന്. അങ്ങനെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവുക, അങ്ങനെ പറഞ്ഞാൽ മതിയെന്ന്. അന്നത്തെ ആവശ്യത്തിന് ഞാൻ ചോദിച്ചു പോയി. ഇത്രേ സംഭവിച്ചുള്ളൂ. അവിടെ വീട്ടിൽ പോയി ചോദിക്കാനാ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയപ്പോൾ തടസ്സപ്പെടുത്താൻ പാടില്ലായിരുന്നു. അതാണ് അത്രേ സംഭവിച്ചുള്ളൂ. അവിടെ കേട്ട എന്റെ തൊലി ഉരിഞ്ഞു പോയി, പിന്നെ അല്ലേ ആളുടെ അവസ്ഥ. ഞാൻ ചെയ്ത് തെറ്റാണ്. പാർട്ടി പ്രവർത്തകനാണല്ലേ? അതെ, ഞാൻ CPM-ന്റെ പ്രവർത്തനമാണ്. അടിമയാടാ, അടിമ. നിങ്ങൾക്ക് ഇതൊന്നൊരു പുത്തരിയല്ല, മനസ്സിലായ? എങ്ങനെയൊക്കെ രീതിയിൽ മറുപടി കൊടുക്കാം നമുക്ക്, പിന്നീട് ചോദിക്കാം. ഇപ്പൊ ഞാൻ പ്രസംഗിക്കല്ലേ, പിന്നീട് ചോദിക്കാം, കുറച്ച് സമയം തരൂ, നിങ്ങൾക്ക് ഞാൻ ചോദിക്കാൻ സമയം തരാം, ഇങ്ങനെയൊക്കെ പറയാം. സാധാ ഒരാളല്ല, കേരളത്തിന് CM ആണെന്ന് ആലോചിക്കണം. ആദ്യം വേണ്ടത് വോട്ട് കൊടുത്ത് ജയിപ്പിച്ച ആൾക്കാരോട് കുറച്ച് റെസ്പെക്റ്റ് ആണ്. അത് കാണിക്കാൻ പഠിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഇത് ആശാൻ ഇന്നൊന്നിലും തുടങ്ങിയ കാര്യമല്ല ഗൈസ്. ഇതേപോലെ തന്നെ സമാനമായി ഒരു സംഭവം ഉണ്ടായതാണ്. സ്റ്റേജിൽ ഒരു കുട്ടി, ഏകദേശം എന്റെ പ്രായമൊക്കെ ഉണ്ടാവും, വന്നിട്ട് സെൽഫി എടുക്കാൻ വേണ്ടി ചോദിച്ചു. അപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതേ സമാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും കാണാം. മൈൻഡ് പോലും ചെയ്തില്ല ഗൈസ്. ഇനിയിപ്പോ എങ്ങനെയൊക്കെയാണെങ്കിലും ഒരു കുട്ടിയല്ലേ, എന്തായാലും നമ്മൾ നേരത്തെ കണ്ട പോലെ മാമന്റെ പ്രായമുള്ള ഒരാളൊന്നും അല്ലല്ലോ. അപ്പൊ ഇതിന് ഒരു മീഡിയ പോയി ചോദിച്ചപ്പോ
ആ സെൽഫി എടുക്കാൻ പോയ കുട്ടി പറഞ്ഞ മറുപടി അത് കേൾക്കാം. ഈ മുഖം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്നലെ വൈകുന്നേരം മുതൽ പരിചിതമാണ്. ഇത് ആതിര ഗ്രേസ്, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ വെള്ളറട ഡിവിഷനിലെ CPIMന്റെ പ്രതിനിധിയായി വിജയിച്ച ആളാണ്. ഇന്നലെ അമ്പൂരിയിലെ ഒരു പാലം ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്തേക്ക് സെൽഫി എടുക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹം അതിന് വിസമ്മതിക്കാതെ നടന്നു പോകുന്ന ദൃശ്യങ്ങളിൽ കണ്ടിട്ടാകും. ആ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. സത്യത്തിൽ എന്താ സംഭവിച്ചത്? ഈ കാണുന്നത് പോലെ ഒന്നും അല്ല നടന്നിട്ടുള്ളതെന്ന് വ്യക്തമാണ്. സെൽഫി എടുക്കാൻ പോയതും അല്ല. ഫോൺ കോൾ വന്നു. ആ സമയത്ത് ഒരു നിവേദനം കൊടുക്കാനായിട്ട് പോയിരുന്നു. തിരക്കായിരുന്നു CMന്. വേറെ ഒരു വിവാദമായിട്ടോ അതിനൊരു മറ്റു രീതിയിൽ വളച്ചൊടിക്കാൻ, അതായത് ആതിര സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കുകയൊന്നും അല്ല ചെയ്യുന്നത്. ഒന്നും ഞാൻ സെൽഫി എടുക്കട്ടെ എന്ന് ഒന്നും ചോദിച്ചിട്ടില്ല. എന്റെ കയ്യിൽ ഫോൺ ഇരുന്നത് കൊണ്ട് ഒരു തെറ്റിദ്ധാരണയിലോട്ട് അങ്ങനെ സംസാരിക്കാൻ ഞാനൊരു നിവേദനം നമ്മുടെ ആ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രസിഡന്റ് മുന്നേ ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജില്ലാ പഞ്ചായത്ത് എന്ന രീതിയിൽ ആ നിവേദനം പറ്റിയിട്ട് ഒരു നിവേദനം എന്റെ തന്നെ അതിനെ പറ്റി ഞാൻ സംസാരിക്കാനായിട്ട് പോയതായിരുന്നു. നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അതിനെ കുറിച്ചൊന്നും സംസാരിക്കാനായിരുന്നു. അപ്പം CMഉം ഫോട്ടോ എടുക്കാനാണെന്ന് വിചാരിച്ചിട്ടുണ്ടോ? CM ഫോട്ടോ എടുക്കാൻ ഇല്ല. ഞാൻ പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു അത് ഗവൺമെന്റ് കയ്യിൽ കൊടുത്തിട്ടുണ്ട് എന്ന രീതിയിൽ സംസാരിച്ചിട്ട് CM പോയായിരുന്നു. അതിന് വേറെ രീതിയിൽ വിവാദമായിട്ട് മാറി നിൽക്കാൻ അപ്പൊ പറഞ്ഞു. ഇല്ല ഒന്നും പ്രത്യേകിച്ചായിട്ട് ഒന്നും എന്റെ അടുത്ത് സംസാരിച്ചില്ല. കുട്ടിയോട് ഒന്നും സംസാരിച്ചില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ശരിക്കും എന്താ സംഭവിച്ചത് എന്നുള്ളതും എന്താ CM അവിടെ പറഞ്ഞെന്നുള്ളതും ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. മാറി നിൽക്ക അവിടെ നിന്ന്. ഇതാ ഞാൻ പറഞ്ഞത്, അടിമയാണ്. ഇവരൊക്കെ സംബന്ധിച്ചിട്ട് എന്താ അറിയോ, എന്ത് കാര്യം ചെയ്താലും സപ്പോർട്ട് ചെയ്തോളണം. നമുക്ക് എന്തെങ്കിലും അഭിപ്രായ സ്വാതന്ത്ര്യം, നീ പറഞ്ഞു ആ ലെവലല്ല. അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു ഇതിനോടും എനിക്ക് യോജിക്കാനും പറ്റില്ല. CM ഒന്നും പറഞ്ഞില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അനാഥരല്ല, ഞങ്ങൾ അടിമകളാണ്. ഞാൻ ഒരിക്കലും കമ്പയർ ചെയ്യല്ല. ഉമ്മൻചാണ്ടി സാറ് ഇതേപോലെ തന്നെ സമാനമായ ഒരു സമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. സമാനമായ സാഹചര്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രതികരണം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട്. 2016 ഏപ്രിൽ ഇടുക്കിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ തന്നെയായിരുന്നു ഈ പ്രതികരണം. ബിവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് 10% വീതം പൂട്ടുക UDFന്റെ മദ്യനയം അനുസരിച്ച് 2 കൊല്ലത്തെ പൂട്ടിക്കഴിഞ്ഞു. അത് പൂട്ടുവോ? ഇതൊക്കെ അങ്ങനെയുള്ള വശവും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഒറ്റയടിക്ക് പൂട്ടാറുള്ളത്. ഞാൻ ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പയർ ചെയ്യല്ല. ഒരാളെ പോലെ ആവില്ല മറ്റൊരാള്, വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഒരു സ്റ്റേറ്റിന്റെ CM എന്നുള്ള നിലയ്ക്ക് ആൾക്കാർ ചോദിക്കുമ്പോൾ ഇതേപോലെ മറ്റുള്ളവർക്ക് ഡിസ്കംഫോർട്ട് ഉണ്ടാക്കുന്ന ലെവലിലൊക്കെ വർത്താനം പറഞ്ഞിട്ട് അത് സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ മൈ പോയിന്റ് ഓഫ് വ്യൂ ഞാനത് ചെയ്യില്ല. ഞാനിത് കമ്പയർ ചെയ്യുന്നത് കണ്ടിട്ട് ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത് കേട്ടോ. ഇതേപോലെ മൂഡ് സിങ്സും കാര്യങ്ങളൊക്കെ അങ്ങ് വീട്ടിൽ വെക്കേണ്ടിയിരിക്കും നല്ലത്. ജനങ്ങളുടെ അടുത്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭരണവും കാര്യങ്ങളൊക്കെ ഗുദ ഹവ എന്നുള്ള ഒരു ലെവലായിരിക്കും. PR ടീം എങ്ങനെയൊക്കെ ലെവലിൽ വെളുപ്പിച്ചെടുക്കാൻ നോക്കിയാലും ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഓരോ മാസം ഇതേപോലുള്ള ഓരോന്ന് വരും. കടക്ക് പുറത്ത് വീട്ടിൽ പോയി ചോയ്ക്ക് മൈക്ക് കയറി വന്നിട്ട് ഒന്ന് ദയേന് ആ മൈക്ക് സെറ്റിന്റെ ആൾക്കാർക്ക് കേസ് കൊടുത്ത ടീമാണ്. ആ മൈക്ക് സെറ്റിന്റെ കാര്യം മറുനാടൻ TV അവര് പറഞ്ഞിട്ടുണ്ടാവും, നമുക്ക് കേൾക്കാം. മൈക്കിന് ശബ്ദം കേൾക്കാതെ വന്നപ്പോൾ ആ മൈക്ക് വലിച്ചു പറിച്ചു പൊട്ടിച്ച ആളാണ് പിണറായി വിജയൻ. നമുക്കത് മറക്കാൻ കഴിയുമോ? ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ പിന്നീട് മറ്റൊരു പരിപാടിയിൽ മൈക്കിന് ഒരു മൂളിച്ച കേട്ടപ്പോൾ മൈക്കിനെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ട് മൈക്കിനെ പ്രതി ചേർത്ത രാജാവാണ് പിണറായി വിജയൻ. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ വളരെ കാട്ടാക്കടയിൽ ഒരു പൊതുചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന പിണറായി വിജയന് തന്റെ പ്രസംഗത്തിനിടയിൽ നാമജപം കേട്ടപ്പോൾ അതൃപ്തി ഉണ്ടായി. തൊട്ടടുത്ത് നാമജപം ക്ഷേത്രത്തിൽ നിന്ന് കേൾക്കുന്നതാണ്. IB സതീഷും ശിവൻകുട്ടിയും ഒക്കെ നെഞ്ചത്തടിച്ചുകൊണ്ട് ഇറങ്ങി ഓടി മൈക്ക് ഓഫ് ആക്കേണ്ടി വന്നു. പിണറായി പ്രസംഗിക്കുന്നത് ചെണ്ടക്കാർ അറിഞ്ഞില്ല, അവർ ചെണ്ടകൊട്ടി. എന്തായിരുന്നു അന്നത്തെ മേളം? സർക്കാർ ജീവനക്കാർക്ക് സാമൂഹ്യ സുരക്ഷ ഒരുക്കുക എന്നത് മാതൃക തൊഴിൽദാതാവ് എന്ന നിലയിൽ സർക്കാരിൻ്റെ കടമയാണ്.
ഇപ്പോൾ എന്റെ സംസാരമല്ല നിങ്ങൾ കേൾക്കുക. ഈ ഡ്രമ്മിന്റെ മുട്ടലാണെന്നുള്ളത് കൊണ്ട് കുറച്ചു നേരം ഞാൻ നിർത്താം. ആ ഡ്രമ്മിന്റെ മുട്ടൽ കഴിയട്ടെ, എന്നിട്ട് സംസാരിക്കും. ഇപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല എന്ന് മാത്രം. ഈ കാണിച്ചതിനെ പറ്റി അവസാനിപ്പിക്കുന്നു. പരിപാടിയിൽ അവതാരിക എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പിണറായി പൊട്ടിത്തെറിക്കും. നന്ദി പിണറായി എന്ന് പറഞ്ഞ അവതാരികയോടെ അമ്മാതിരി കമന്റ് ഒന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദം. താങ്ക് യു സാർ, വളരെ നല്ല ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. അമ്മാതിരി കമന്റ് വേണ്ട കേട്ടോ. നിങ്ങൾ ആളെ വിളിച്ചാൽ മതി. മൂഡ് സിങ്സ് എന്നൊക്കെ പറയുമ്പോ ഈ ലെവലിൽ മൂഡ് സിങ്സ് ഉണ്ടോ? എന്റെ ഗേൾ ഫ്രണ്ടിനെ പോലും ഇല്ല ഇത്ര വലിയ മൂഡ് സിങ്സ്. അല്ല, ഇതിനെ ആ ഒരു മൂഡ് സിങ്സ് എന്നുള്ള ലെവലിൽ കുറയ്ക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഇത് എന്ത് സിങ്സ് ആണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. PR ടീം നല്ല രീതിയിൽ വെളുപ്പിച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സുജിത്ത് ഭക്തൻ ട്രാവലർ അദ്ദേഹം ഒരു പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അതില് വിളിച്ചു വരുത്തി വെളുപ്പിക്കൽ പരിപാടിയും അതേപോലെ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിട്ട് അവനവന്റെ സ്വഭാവം മറ്റുള്ള ആൾക്കാരോട് കരുണയുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിലും ആൾക്കാർക്ക് പ്രശ്നമൊന്നും ഇല്ലാത്ത ലെവലിൽ മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇങ്ങനത്തെ ലെവലിലുള്ള വർത്തമാനത്തിനൊന്നും അധികകാലം പോവില്ല. എന്തായാലും സുജിത്ത് ഭക്തന്റെ പോഡ്കാസ്റ്റിലുള്ള കുറച്ചുണ്ടായ സംഭവങ്ങളുണ്ട്, അത് നമുക്ക് എന്തായാലും കേൾക്കാം. താങ്കൾ പണ്ട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത് വലിയൊരു വിവാദമായിരുന്നു. അത് പറഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ താങ്കളെ അറ്റാക്ക് ചെയ്തിട്ടില്ലേ, കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത്. അപ്പം പലപ്പോഴും ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞ് ഞാൻ പോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്, പുള്ളി കടക്ക് പുറത്തെന്ന് പറയത്തില്ലല്ലോ അല്ലേ എന്നൊക്കെ അങ്ങനെ പലരും രസകരമായിട്ടും ഈ പറഞ്ഞ പോലെ കളിയാക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. അതിന്റെ സന്ദർഭമാണല്ലോ പ്രധാനം. അതെ, സന്ദർഭം ക്ഷണിക്കാത്തൊരിടത്ത് ഒരു കൂട്ടർ എത്തിപ്പെടുകയാണ്. അവരെ ക്ഷണിച്ച കാര്യമല്ല, അവർ വരേണ്ട കാര്യമില്ല. കാരണം ഒരു സംഭാഷണം നടക്കുന്നതാണ്. ആ സംഭാഷണത്തിന് മീഡിയയുടെ പ്രസൻസേ ഉണ്ടാകേണ്ടതില്ല. അപ്പോൾ ഞാൻ എത്തുമ്പോൾ ഇവരെല്ലാവരും ആ മുറിയിൽ ക്യാമ്പടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോട് ദയവായി ഒന്ന് പുറത്തേക്ക് വരുമോ എന്നല്ല ചോദിച്ചത്. സാധാരണഗതിയിൽ കടക്ക് പുറത്ത് സുജിത്തോട്ട് നല്ല രീതിയിൽ ഊക്കുണ്ട്, പക്ഷെ അത് മനസ്സിലാവണില്ല കേട്ടോ. ഞാൻ സാധാരണ ലെവലിലാണ് പറഞ്ഞിരിക്കുന്നത്, കടക്ക് പുറത്ത് നിന്ന്. അതൊക്കെ അദ്ദേഹത്തിന് സാധാരണമാണ്, പക്ഷെ കേൾക്കുന്ന എനിക്ക് അങ്ങനെ സാധാരണയായിട്ട് തോന്നുന്നില്ല. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനാണെങ്കിലും അന്ന് ഈ മീഡിയാസിന് ആവശ്യം വേണ്ടി വരുമല്ലോ, വിളിച്ചു വരുത്തുകയും അവരുടെ മുമ്പിൽ പത്രസമ്മേളനം നടത്തുകയും ചെയ്യും. അതേപോലെ തന്നെ അവർക്ക് ഒരു കണ്ടന്റ് എന്നുള്ള ലെവലിൽ നിങ്ങൾ എവിടെ പോവാണെങ്കിലും അവരെ അറിഞ്ഞു കഴിഞ്ഞാൽ വരും. അപ്പൊ അതിനെ മാന്യമായ ലെവലിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിലും സെക്യൂരിറ്റി ടീംസ് ഉണ്ടല്ലോ, അവരോട് പറഞ്ഞിട്ട് അവരെ പുറത്താക്കാൻ പറയാം. ഒരു സാധാ ആളാണ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഒരു കുഴപ്പവും വരില്ലായിരുന്നു. പക്ഷെ ഒരു ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാൾ പറയുമ്പോൾ അതൊരു കോണ്ടന്റ് ആവും, അല്ലെങ്കിൽ അതൊരു വിഷയമാവും. ആ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് ഇന്ന് സഖാവ് പിണറായി വിജയൻ മാത്രമല്ല, അത് ഉയർന്ന തസ്തികയിൽ ഇരിക്കുന്ന ആരാണെങ്കിലും അത് പറഞ്ഞ കാര്യം അത് നല്ല രീതിയിൽ സ്പ്രെഡ് ആവും. ഒരു കണ്ണൂർ ഭാഷയാണോ? അത് സാധാരണ പറയുന്നൊരു കാര്യമല്ലേ. പുറത്ത് കിടക്കുന്നു പറയും, കടക്ക് പുറത്തെന്ന് പറയും. അങ്ങനെ പറഞ്ഞെന്ന് മാത്രമല്ലേ. ഓക്കെ, ശരി. അത് ആ സംഭവം നടന്നതിന് ശേഷമായിരുന്നു കണ്ണൂർ എയർപോർട്ടിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ ഞാൻ യാത്രകളൊക്കെ ചെയ്ത് വീഡിയോകളൊക്കെ ചെയ്യുന്ന ആളാണല്ലോ. അപ്പോൾ ഈ കണ്ണൂർ എയർപോർട്ടിൻ്റെ ഉദ്ഘാടന ദിവസം ഞാനും അവിടെ ഉണ്ട്. അപ്പോൾ ആ ഉദ്ഘാടനം കഴിഞ്ഞുള്ള ആദ്യത്തെ വിമാനം എനിക്ക് തോന്നുന്നു എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വിമാനമായിരുന്നു, ഇൻഡിഗോ ആയിരുന്നു എന്ന് ഓർമ്മയില്ല, തിരുവനന്തപുരത്തേക്ക് പോവാണ്. അതിൽ താങ്കളും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്ത് ഫ്രണ്ട് റോയിലെ സീറ്റ് ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ താങ്കളും കൂടെ അതിൽ യാത്ര ചെയ്യുന്നു എന്ന് അറിഞ്ഞപ്പോഴത്തേക്കിനും ആ ഫ്രണ്ട് റോയിൽ സീറ്റ് ബുക്ക് ചെയ്ത ആൾക്കാരുടെ സീറ്റൊക്കെ എയർലൈൻ മാറ്റി വേറെ സീറ്റിലേക്ക് മാറ്റി അത് നിങ്ങൾക്ക് അലോട്ട് ചെയ്തു. അപ്പോൾ ഈ വിമാനത്തിൽ വെച്ച് എനിക്ക് താങ്കളോട് വന്നൊരു ഹലോ പറയണമെന്നും ഒരു വീഡിയോ എടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ കടക്ക് പുറത്ത് വിവാദമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ സത്യം പറയാം, എനിക്ക് പോലും ആ സമയത്ത് വന്ന് താങ്കളോട് ഒരു ഹലോ പറയാൻ പോലും കാര്യം സുഹിതേട്ടാ പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ പറഞ്ഞിട്ടുണ്ടാവും ആകാശത്തുനിന്ന് കടക്ക് പുറത്ത് നിന്ന് പോവാൻ. എന്തായാലും നന്നായി. എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനത്തെ ജാതി സ്വഭാവം വെച്ചിട്ടൊന്നും ആരും അധികകാലം പോവില്ല. അവനവന്റെ വില കളയും ചെയ്യും. സപ്പോർട്ട് ചെയ്യാൻ കുറെ അടിമകളും. നല്ലതിനെ നല്ലതെന്ന് പറയാനും ചീത്തതിനെ ചീത്ത എന്ന് പറയാനും ആദ്യം പഠിക്കണം. ഇനിയിപ്പോ നാളെ ആര് വന്നാലും, ഇവരുടെ കാര്യം മാത്രമല്ല, ആര് വന്നാലും നമ്മുടെ അവസ്ഥ ഏകദേശം ഇതേപോലെയൊക്കെ തന്നെ. അവനവന് മാമുണ്ണണമെങ്കിൽ അവനവൻ പണിക്ക് പോകണം. അല്ലാതെ കുടുംബത്തെ മറന്ന് പാർട്ടി 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 എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് വീട്ടിലിരിക്കേണ്ടി വരും. അണികളിൽ കൊമ്പത്തിരിക്കുന്ന ആൾക്കാർക്കൊന്നും കുഴപ്പമുണ്ടാവില്ല. നിങ്ങളാണ് പുറത്തിറങ്ങി പണിയെടുക്കേണ്ടത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കണം. തല്ലിനും വഴക്കിനും ഒന്നും പോവാതിരിക്കുക. ഇലക്ഷൻ ടൈമാണ്, വീട്ടില് മീൻകറിയും ചോറും നിന്നിട്ട് ഇരിക്കുക. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണും. അപ്പോൾ ബൈ ഗൈസ്.